4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ട്രൗസർ വലിച്ച് കീറി, ഊരാനുള്ള സമയം കൊടുക്കാതെ വലിച്ച് കീറിയിട്ട് ആ പുറകെ കൂടെ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ചെയ്തു. കൊച്ചിൻ്റെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കും. ഒരു കുഞ്ഞല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ മറ്റേ മെയിലോ ഫീമെയിലോ എന്താണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കും. 4 പഠിക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ എന്ത് ബോധം ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ 5, 6, 8, 10 വയസ്സുള്ള കൊച്ചുങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചു പിന്നെ എന്താവണം? അവ സെക്സ് വർക്ക് ചെയ്യുക, അല്ലാണ്ട് പിന്നെ ഡ്രഗ്സുമായിട്ട് പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് തല മുതിർന്ന് കഴിയുമ്പോൾ അവൻ ആളുകളുടെ തലയടിച്ച് പൊളിക്കാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തെറ്റ് പറയേണ്ട കാര്യം ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്നെ അന്വേഷിച്ച് ആരിലേക്ക് വരുമെന്ന് കിട്ടുകഴിഞ്ഞാൽ എനിക്ക് എന്നാൽ പിന്നെ ആരിലേക്ക് വന്ന രസമുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. എന്താ പറയുക, അതിന് അഹംഭാവമൊന്നും അല്ല, ധൈര്യം കൂടുതൽ, അങ്ങനെ പല പേരിട്ട് പല രീതിയിലും ആളുകൾ സംസാരിക്കുമായിരിക്കും. നമുക്ക് തരാൻ ബുദ്ധിമുട്ട്. അങ്ങനത്തെ ഒരു വിഷയം എല്ലാവർക്കും ഉണ്ട്. ക്യൂൻസ്വേയിൽ ഉണ്ടായിട്ടുള്ള രാത്രി പുലർച്ചെ 4 മണി വരെ കണ്ടതും കുത്തിക്കയറ്റി അവിടെ കിടന്ന് കാണിക്കുന്ന വേഷം കെട്ട് നമ്മൾ പുറത്ത് ചെയ്ത് കൂടിയിട്ട് യുവമാരെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് സ്ട്രൈക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില്ല. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അത് കാരണമായി. അവിടെ വന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നോർമലല്ല. കുടുംബസ്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെയായിട്ട് വരുന്ന ചില മാതാപിതാക്കളടക്കമുള്ളവരല്ലാതെ എനിക്ക് എല്ലാം കൂടെ എനിക്ക് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറയാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ്, നമ്മുടെ എല്ലാമാണ്. ഞാൻ എന്താ പറയുക, എന്തുകൊണ്ടോ എനിക്കറിയില്ല, അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറയുന്നോ ചിന്തിക്കുന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് PK ജെയിംസ് ആണ് ചേരുന്നത്. നമസ്കാരം. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ചെയ്യാം, അപ്പുറത്ത് വേറെ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ ജേർണലിസത്തിൽ. ഇത് തന്നെ ചെയ്യണം, അതായത് ഒരു പ്രോപ്പർ ജേർണലിസ്റ്റ് ആയിട്ടല്ലല്ലോ തുടക്കം, ഒരു ഫ്രീലാൻസ് പോലെ ഇത് ചെയ്തു തുടങ്ങുകയാണല്ലോ പല ചാനൽസിനും വേണ്ടിയിട്ട്. സത്യമാണത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആദ്യം ചെയ്തു തുടങ്ങുന്ന സമയം മുതൽ എനിക്ക് ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു, സ്പേസ് ആയിരുന്നു, ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. അപ്പം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ചാനൽ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അശേഷം താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യ സമയം മുതൽ ഫീൽഡിലേക്ക് വരുന്ന സമയം മുതൽ എന്തെങ്കിലും ഒരു എല്ലാം ഒരു അന്വേഷണാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, അത് കൂടുതൽ ഈ സലാം ഹാജി മർഡർ നമ്മുടെ തൃക്കരിപ്പൂര് നടന്ന സംഭവം, അതുപോലെ ഖാസി CM അബ്ദുൽ മുസ്ലിയാരുടെ മീൻസ് അത് മർഡർ ആണെന്നുള്ളതാണ് അവരിന്നും എല്ലാവരും വിശ്വസിക്കുന്നത്. അത് മർഡർ തന്നെയാണത് എന്ന് ഞാനും പറയും. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് യാത്ര ചെയ്തതാണ്. ആ CBI എൻക്വയറിയിൽ പോയി, പക്ഷേ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഇടപെടൽ, വലിയ മാഫിയ എന്ന് വെച്ചാൽ ചില്ലറ സംഭവമില്ല. ബോംബെ മുതൽ ഇങ്ങോട്ടുള്ള വലിയ ആളുകളുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടതൊക്കെ ഞാൻ ഞെട്ടലോട് കൂടിയിട്ടാണ്. ആ വാർത്ത ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു നിന്നെ അന്വേഷിച്ച് ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ അന്വേഷിച്ച് ആരിലേക്ക് വരും എന്ന് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് എന്നാൽ പിന്നെ ആരിലേക്ക് വന്ന രസമുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ വല്ലാത്തൊരു കാഴ്ച എൻ്റെ വരുന്നത്. അപ്പം നമ്മൾ അത് എന്താ പറയുക, അതിന് അഹംഭാവമൊന്നും അല്ല, ധൈര്യം കൂടുതൽ, അങ്ങനെ പല പേരിട്ട് പല രീതിയിലും ആളുകൾ സംസാരിക്കുമായിരിക്കും. അത് അങ്ങനെ എനിക്കറിയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാധനം ചെയ്യുന്നത് അത് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് എന്നെക്കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന എന്തെങ്കിലും സാധനം കൊണ്ട് ഞാൻ കണ്ടെത്തും. അതിൻ്റെ പിന്നാലെ എന്ത് ഭവിഷ്യത്തും അതിന് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല. ആ ഒരു മനോഭാവമുള്ള ഒരാൾ. ആദ്യമേ തുടങ്ങുന്ന സമയം മുതലേ എൻ്റെ മുന്നിൽ വന്നത് ഇത്തരം കുറച്ച് കേസുകളാണ്. റോബറി, ക്രൈം, അതെ ഇങ്ങനെ സാധനമാണ്. അത് സീക്രട്ട് ഫയൽസ് എന്ന് പറഞ്ഞ് ബിനോയ് കുഞ്ഞുമോനായിരുന്നു കൗമുദി ചാനലിലാണ് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആള് എറണാകുളം വരെയുള്ള പ്രോഗ്രാമുകളെ അവർ ചെയ്തു. പിന്നെ അങ്ങോട്ട് ഒരുപാട് വർഷങ്ങളായി സീക്രട്ട് ഫയൽസ് ഒക്കെ. അപ്പം അങ്ങോട്ടേക്കുള്ളത് എറണാകുളം വരെ അവർ ചെയ്യും. പിന്നെ തൃശ്ശൂർ അങ്ങോട്ടേക്കുള്ളത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം ഞാനാണ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ അതിനകത്തങ്ങോട്ട് കണ്ടമാനം ഒരുപാട് കേസുകൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു. അതിനകത്തൊരു ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു ആ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവം എന്തായാലും നമ്മുടെ അടുത്ത് എന്തായാലും നടക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ അത് ഓരോരോ വർക്കുകൾ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായതാണ്. കാരണം അത് എന്നിൽ കൂടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തന്നെ അറിയാം എന്നെ ആ ഒരു കേസിൽ എനിക്ക് തോൽപ്പിക്കാൻ പറ്റൂല. എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയില്ല. അത് ഈ ട്രാൻസ്ജെൻഡർ ലേഡിയായിട്ട് നടത്തിയൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നല്ലോ, സ്വയം വേഷം മാറി ചെയ്തത്. അതിൻ്റെ പിന്നിലെ പ്രേരണ എന്തായിരുന്നു?
ട്രാൻസ്ജെൻഡർ വേഷം ചെയ്ത് എനിക്കൊന്നും അത് ഒരുപാട് പ്രഷറൊന്നും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും അത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിന്റെ റീൽസ് ഒക്കെ വലിയ ശ്രദ്ധ കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കാരണം അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട അതിന് മറുപടി ഒന്നും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളൊരു നമ്മുടെ വാർത്തകൾ കാണുന്നുണ്ട്. ക്യൂൻസ്വേയിൽ ഉണ്ടായിട്ടുള്ള രാത്രി പുലർച്ചെ 4 മണി വരെ കണ്ടതും കുത്തിക്കയറ്റി അവിടെ കിടന്ന് കാണിക്കുന്ന വേഷം കെട്ട് നമ്മൾ പുറത്ത് ചെയ്ത് കൂടിയിട്ട് യുവമാരെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് സ്ട്രൈക്ക് നമ്മുടെ മില്യൺ പോയിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് എനിക്ക് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താ അതൊക്കെ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല, വാണിഷായി പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം പോലെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം വേറെ ആർക്കും ഇല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാനിഷായി പോയി. റിപ്പോർട്ട് അടിച്ചിട്ട് ആയിരിക്കാം, എല്ലാവരോടും കൂടി പെരുമാറിക്കളഞ്ഞു നമ്മളുണ്ട്. അതാണ് സംഭവിച്ചത്. ആ വാർത്ത ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് ആളുകൾ വിളിക്കുന്നു, മറ്റേതാണ് നമ്മളെ ഇതാക്കി കളി വരുന്ന കോളുകളൊന്നും ഫോൺ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിലിരിക്കുന്നവർക്കും എല്ലാവർക്കും വരുന്നുണ്ട് അടുത്ത പള്ളി എന്നുള്ളൊരു മനോഭാവം അങ്ങനെ ആക്കിക്കളഞ്ഞു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാനിഷായി പോയി. അപ്പം നമ്മളെ സാഗൂതം ഞാൻ പേരൻസിന് വേണ്ടി ചെയ്ത വാർത്തയാണ്. പക്ഷേ പേരൻസ് എന്തുകൊണ്ട് നമുക്ക് ഈ ഒളിഞ്ഞും പറഞ്ഞു വരുന്ന 2 കമൻറ്റ് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി. ശരിക്കും അന്ന് ആ വീഡിയോയിൽ കണ്ടതുപോലെ, അതായത് ലഹരിക്ക് അടിമപ്പെട്ടും ഒരുപാട് യുവാക്കൾ അർദ്ധനഗ്നരായി, ചിലവരൊക്കെ പൂർണ്ണ നഗ്നരായി അവിടെ എവിടെയൊക്കെ കാണപ്പെടുന്നു. അന്ന് നമ്മളെ കാണിച്ചതിന് എക്സ്റ്റെൻസീവായി അതിനേക്കാൾ ഭയാനകമായിരുന്നു അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത കാര്യം. അതെന്തെന്ന് അറിയുമോ, അത് സീപോർട്ട് എയർപോർട്ട് റോഡിലെ വിഷ്വൽ മുമ്പ് നമ്മളൊരെണ്ണം ചെയ്തിരുന്നു ഒരു സ്റ്റോറി. സീപോർട്ട് എയർപോർട്ട് റോഡിലെ അവിടുത്തെ ആളുകൾ അവർ വ്യക്തമായിട്ട് നേരിട്ട് കണ്ട ആളുകളുടെ ബൈറ്റുകൾ നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വിഷ്വലുകൾ നമ്മൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പൂർണ്ണ നഗ്നരായി പുലർച്ചെ 5:30 മണി സമയത്ത് നടക്കാൻ പോകുന്ന കുടുംബസ്ഥരായിട്ടുള്ളവർ നടക്കുമ്പോൾ പെൺകുട്ടികൾ പൂർണ്ണ നഗ്നരായിട്ട് കിടക്കുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ള ഒരു കൃത്യമായിട്ട് തന്ന ബൈറ്റുകളോട് കൂടി നമ്മൾ കുറച്ച് ആളുകൾക്ക് മുൻപ് വാർത്ത ചെയ്തിരുന്നു. അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ രണ്ടാമത്തെ ക്യൂൻസ്വേയുടെ വാർത്ത ചെയ്തത്. ക്യൂൻസ്വേയിൽ ആരും നഗ്നരായി കിടക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുലർച്ചെ 4 മണി 5 മണി സമയത്തും യാതൊരു കൺട്രോളും ഇല്ലാതെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ വാർത്ത ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ക്യൂൻസ്വേയിൽ ഞാനെന്ത് ചെയ്തു, ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു സംവിധാനത്തിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ആപത്തിലേക്ക് പോകും, 100% ഉറപ്പാണ് എന്ന് നമ്മളന്ന് പറഞ്ഞു. സ്റ്റേറ്റ് പോലീസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്നുള്ളത് നമ്മൾ പറഞ്ഞതോടെ വെച്ചു. പിറ്റേ 2-ാം ദിവസം 3-ാം ദിവസം അവിടെ വലിയ ഗുണ്ട ആക്രമണം നടന്നു, വലിയൊരു അടി നടന്നു അവിടെ. അത് കഴിഞ്ഞ് പോലീസ് വന്ന് എല്ലാവരും അടിച്ചു ഓടിച്ചു. അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അത് കാരണമായി. അവിടെ വന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നോർമലല്ല. കുടുംബസ്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെയായിട്ട് വരുന്ന ചില മാതാപിതാക്കളടക്കമുള്ളവരല്ലാതെ, പിന്നെ 1-2 ഒറ്റയും പെട്ടേ അല്ലാതെ ബാക്കിയൊക്കെ രാത്രി 10 മണിക്ക് തുടങ്ങുന്ന തുള്ളലെന്ന് പറഞ്ഞാൽ പുലർച്ചെ 4 മണി വരെ അതേ വ്യക്തി അതിലും എനർജിയിൽ തുള്ളണം എന്നുണ്ടെങ്കിൽ ആ തുള്ളുന്നതിനൊക്കെയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒരു മനുഷ്യൻ ഒരു എത്ര തുള്ളിയാലും എത്ര തുള്ളും, എന്ത് ജാതി എനർജിയാണ് കുത്തിക്കയറ്റുന്നതെന്ന് ഓർത്തു പോകുക. അങ്ങനെ എന്തെല്ലാം അതിനെക്കുറിച്ച് കടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾക്കും എനിക്കും അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതൊക്കെ നമ്മൾ വിഷ്വലായിട്ട് തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് രാത്രി 10 മണിക്ക് ശേഷം അവിടെ ചെന്നിട്ട് പുലർച്ചെ 4-5 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ സമയം അടക്കം പറഞ്ഞ് ഇപ്പോൾ ഇത് ഇത്ര സമയമായി, ഇത് കഴിച്ചത്, ഇപ്പോൾ ഇതാ ഇത്ര സമയം, ഇപ്പോഴത്തെ കാഴ്ച ചെയ്താൽ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ണിൽ കണ്ടത് മുഴുവൻ നമ്മളിവിടെ പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോഴത്തേക്കും ചില ആളുകൾ പൊളിഞ്ഞ് എല്ലാവരും കൂടി വന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാനിഷായി പോയി ഈ ഒരൊറ്റ കേസിൽ. ഇതൊന്നും ഞാനിത് ഒന്നും ആരുടെ അടുത്തൊന്നും പറയാനും ഒന്നും പോയിട്ടില്ല. കാരണം വെച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ സമൂഹത്തിൻ്റെ മലയാളികളുടെ മനോഭാവം, നമ്മുടെ ചെറുപ്പക്കാരുടെ മനോഭാവം ഒക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഞാൻ പേരൻസിന് വേണ്ടി ചെയ്ത വാർത്ത ഈ വിധമായി പോയി. ട്രാൻസ്ജെൻഡർ എക്സ്പെരിമെൻറ്റ്, സോഷ്യൽ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. ട്രാൻസ്ജെൻഡർ വേഷം കിട്ടാൻ വേണ്ടിയുള്ള കാരണം വെച്ചാൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ചിനെ പീഡിപ്പിച്ചു. അത് ആ കൊച്ചിന്ന് വളർന്ന് ആ കൊച്ചിന്ന് സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലുള്ളതാണ് അവർ. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് എനിക്കൊരു ഇവരനുഭവിക്കുന്ന കുറേ വിഷയങ്ങളൊക്കെ, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് അനന്യ കൊല ചെയ്യപ്പെട്ടതൊക്കെ ആർക്കും വേണ്ടല്ലോ. ഒരു തെരുവുനായ മരണപ്പെട്ട് മീൻസ് ചത്തു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ എത്ര ഉള്ള ആണും പെണ്ണും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരാണ് ഉള്ളത്. ഒരു ട്രാൻസ്ജെൻഡറിനെ ഒന്നാമത്തെ കാര്യം രാത്രി 12 മണി സമയത്ത് 1 മണി സമയത്ത് അവരുടെ കൂടെ കിടക്കാൻ വേണ്ടി ചെല്ലുന്നവന് മൂഡ് മാറിക്കഴിഞ്ഞാൽ അവൻ അടിച്ച് പുറത്താണ് അവനൊരു സാധനം എടുത്താൽ അവൻ ട്രാൻസ്ജെൻഡർ തലക്കടി അടിച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ചോര ഏൽപ്പിച്ച് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് ആയിട്ട് അവിടെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു മലയാളി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വേഗം കണ്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോവുള്ളൂ. ഒന്നാമത്തെ കാര്യം വല്ല റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോ വല്ല ഒഴിഞ്ഞ പ്രദേശങ്ങളിലായിരിക്കുമല്ലോ ഇവർ ഈ സംഭവം നടത്തുന്നത്. അവനൊരു കലിപ്പ് തോന്നി, അവനെ അടിച്ച് പുറത്ത് അവന് കലിപ്പ് തോന്നി, അവൻ അടിച്ച് തലയ്ക്ക് അടിച്ച് ട്രാൻസ്ജെൻഡറിനെ തീർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ട്രാൻസ്ജെൻഡർ അവിടെ കിടന്ന് ചോര പോയിട്ട് ചാവുള്ളൂ. അവരുടെ ജീവൻ അങ്ങനെ പോവുള്ളൂ, ആരും എടുത്തോണ്ട് പോകില്ല.
അങ്ങനെയൊക്കെയുള്ള സംഭവം മുതൽ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഈ അനന്യയുടെ മേർഡർ മുതൽ ഇങ്ങോട്ട്, പിന്നെ അതുപോലെ നമ്മുടെ HMTയുടെ അവിടെ ഒരാൾ രാത്രിയിൽ ഫോറസ്റ്റിനുള്ളിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്തിരുന്നു, ഒരു ട്രാൻസ്ജെൻഡർ. അങ്ങനെ ഇങ്ങനെ കുറേ കേസുകൾ. ഈ അടുത്തൊരു ട്രാൻസ്ജെൻഡർ ഏഞ്ചൽ എന്ന പേരുള്ള ട്രാൻസ്ജെൻഡറിനെ മാരകമായ വടി കൊണ്ട് അടിച്ച്, അതാണ് നമ്മൾ ഒരു മനുഷ്യരല്ലേ, നമ്മൾ ആ വിഷ്വൽ കണ്ടാണ് അതിൻ്റെ ആ തുടയും ഇതെല്ലാം കൂടെ പുറമെ അടിച്ച് എന്തെന്നാണത് ഇത് നമുക്ക് എന്താ പറയുക, അതൊരു ഒരു മനുഷ്യനല്ലേ, അത് മനുഷ്യനോ മനുഷ്യ സ്ത്രീയോ മനുഷ്യ ട്രാൻസ്ജെൻഡർ എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യജീവിയല്ലേ. അത് ഞാൻ പറഞ്ഞു, ഒരു തെരുവ് നായ്ക്ക് കൊടുക്കുന്ന പരിഗണന ഒരു മനുഷ്യനില്ല, പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡേഴ്സിനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനൊരു കഥ കേട്ടു. എനിക്കത് ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ട്രൗസർ വലിച്ച് കീറി, ഊരാനുള്ള സമയം കൊടുക്കാതെ വലിച്ച് കീറിയിട്ട് ആ പുറകെ കൂടെ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ചെയ്തു. അതിന് ബ്ലീഡിങ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കി. അത് കഴിഞ്ഞ് അവൻ തന്നെ ഇതെല്ലാം അവൻ്റെ ആ സൂക്കടെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അത് തട്ടി പൊത്തി ഒഴിച്ചത് അതെല്ലാം കഴിക്കഴിഞ്ഞ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ഒരു അവസ്ഥയെന്ന് ഓർത്ത് നോക്കും. ഒരു കുഞ്ഞല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ മറ്റേ മെയിലോ ഫീമെയിലോ എന്താണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കും. 4 പഠിക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ എന്ത് ബോധം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ആ കുഞ്ഞ്, അതിനെന്തറിയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് അവർ സെക്സ് വർക്ക് ചെയ്യുന്നതിന് അല്ലെ അവരെ ഇന്ന് നമ്മുടെ സമൂഹമാണ് അങ്ങനെ ആക്കിയത്, നമ്മൾ തന്നെയാണ് അങ്ങനെ ആക്കിയത്. അവർ ചെയ്തോട്ടെ, അല്ലാണ്ട് പിന്നെ നമ്മളെന്താ പറയണ്ടേ? അവർക്കൊരു സംരക്ഷണം കൊടുക്കാനും അവരെ ഒരിടത്ത് സെറ്റിൽ ചെയ്യാനും നമ്മുടെ അല്ലെങ്കിൽ അവരെ ഒന്ന് എന്താ പറയുക ഒരിടത്ത് ഉറപ്പിക്കാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ ആക്കാനുള്ള എല്ലാ കഴിവുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണല്ലോ. എല്ലാം ഉള്ള നാട്ടിൽ തന്നെ അവർ ജീവിക്കുന്നത്. എന്തെങ്കിലും പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഒരു പരിഗണന അവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനുണ്ടായ അവനെ കുനിച്ചു നിർത്തി അവനോട് ചെയ്ത് ഇതാണ്. ഭയങ്കര ബ്ലീഡിങ് ഒഴുകി നാശമായി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ എന്തോ തുടച്ചു മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് നീ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു കുഞ്ഞു കൊച്ചാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഭീഷണികളൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ആ ട്രാൻസ്ജെൻഡർ അവരെന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത്. നമുക്ക് ഉള്ളിൽ കിടങ്ങിപ്പോയി. സെക്സ് വർക്ക് ചെയ്യുന്ന നിങ്ങൾ ഈ ഒരു സംഭവം ഈ രാത്രി 12 മണിക്ക് ചെറുപ്പക്കാർക്കെല്ലാം എയ്ഡ്സ് വിതരണം ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഭാഷണം ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ രാഗരഞ്ജിനി എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ 10 വയസ്സുള്ളതിനെ വീടിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടി കൊണ്ടുപോയി ചെയ്ത കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, വാർത്ത ചെയ്തതിന് എനിക്ക് തീരെ നമ്മളെ പറയുന്ന വാക്കുകളിൽ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന 10 വയസ്സുള്ളൊരു കൊച്ചിനെ കൊണ്ടിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അവനെയൊക്കെ എന്തെന്നാ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവനൊക്കെ അത് പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ 5, 6, 8, 10 വയസ്സുള്ള കൊച്ചുങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊച്ചു പിന്നെ എന്താവണം? അത് സെക്സ് വർക്ക് ചെയ്യുക, അല്ലാണ്ട് പിന്നെ ഡ്രഗ്സുമായിട്ട് പോലെ ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് തല മുതിർന്ന് കഴിയുമ്പോൾ അവൻ ആളുകളുടെ തലയടിച്ച് പൊളിക്കാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തെറ്റ് പറയേണ്ട കാര്യമിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവർക്കും ഒരാൾക്കും വേണ്ട. അതേ പറഞ്ഞു, നമ്മുടെ നാട്ടിലൊരു തെരുവുനായി ഉണ്ടെങ്കിൽ അതിനൊരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. എന്നാൽ ഈ ട്രാൻസ്ജെൻഡർ വിശന്ന് കൂറിയിരിക്കുക, ഒരു വിശന്നിട്ട് രക്ഷയില്ലാതിരിക്കുക, ഒരു ബിസ്ക്കറ്റ് തരാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ ഇവിടെ ഏതെങ്കിലും മലയാളി തയ്യാറാവുമോ? അവൻ്റെ കയ്യിലിരിക്കുന്ന ബിസ്ക്കറ്റ് അവൻ കൊടുക്കാൻ തയ്യാറാവുന്ന എപ്പോഴും ഇവിടെയാണ്. ആ പട്ടിക്കിട്ട് കൊടുക്കാനേ അവൻ തയ്യാറാവുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിന് കൊടുക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് സംഭവിക്കും ഒന്നും അറിയാൻ ആരും തയ്യാറാവുന്നില്ല. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത് എന്താണ് ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി വേഷം മാറി ഞാൻ പോയി. ഞാൻ വേഷം മാറി പോയിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ എൻ്റെ അപ്പൻ ചെയ്ത നന്മ കൊണ്ടും പ്രവൃത്തികളും ഉണ്ടായിരിക്കും. എന്നെ എടുത്ത് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുപോയി. ഇവരെല്ലാം അവിടെ ബൈക്കിൽ കയറ്റിയിട്ട് ഒരുത്തം വന്നിട്ട് എനിക്കൊരു ജോലി വേണം, എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, എന്നെ സഹായിക്കണം, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി തരാൻ വരാൻ പറഞ്ഞിട്ട് എന്നെ ബൈക്കിൽ കയറ്റി നേരെ. അപ്പോൾ എനിക്കറിയാം അങ്ങോട്ട് മിക്കവാറും സാധ്യത ആയിരിക്കുമല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചല്ലേ നിൽക്കണേ. അപ്പോൾ നമ്മുടെ കൂടെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്, ക്യാമറമാന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ദൂരത്ത് ബൈക്കിൽ പിന്തുടർന്നു. ഇവൻ തേവരയുടെ അടുത്തുനിന്ന് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ നേരെ റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ളവരെല്ലാം പിന്നാലെ. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞത് ഗ്യാപ്പ് ഇട്ടോണേ, എന്നെ ആരും ചെയ്യുന്നില്ല, നിങ്ങൾ ഗ്യാപ്പ് ഇട്ടോണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവന്മാരെല്ലാം ഗ്യാപ്പ് ഇട്ടില്ല. 2-3 ബൈക്ക് പുറകെ വരുന്നതായിട്ട് ഇവന് വെപ്രോളമായി. ഇവൻ നിലം തൊടാതെ ബൈക്ക് ഓടിച്ചു ലാസ്റ്റ്. ഒരിടത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിന്നാലെ വന്നവരെ കണ്ണ് വെട്ടിച്ച് ഇവൻ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ പിന്നാലെ വന്നവരെ കണ്ണ് വെട്ടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എനിക്കൊരു തിരിച്ചു പോകണ്ടോ എന്നുള്ള ചിന്തയ്ക്ക് എനിക്ക് വന്നു. അവസാനം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ ഞാൻ വിഷ്വൽ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും കൂരിരുട്ട. അങ്ങനെ വന്നപ്പോൾ അപകടം മണത്തിട്ട് പിന്നെ ഞാൻ ഒച്ച വെക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിധത്തിൽ ഒരു ചെറിയൊരു പേടി ഇവൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച ഒരു വിധത്തിലാണ് ഞാൻ അവിടുന്ന് മെയിൻ റോഡിലേക്ക് പിന്നെ ഇറങ്ങി വരുന്നത്. പിന്നെ അവന് ബൈക്കെടുത്ത് പോകാതിരിക്കാമല്ലോ. അപ്പം ഞാനിവിടെ നിന്നെ ഞാനിവിടെ ഇറക്കി വിടൂടി എന്ന് പറഞ്ഞു. എന്നോട് ഇവിടെ ഇറക്കി വിടൂടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ നിലവിളിക്കും എന്ന് പറഞ്ഞു. കാരണം അപ്പുറത്തേക്ക് വീടുണ്ട്, അവരെല്ലാവരോടും ഒന്ന് ചേട്ടനെ വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ബൈക്കിൽ കയറ്റി റോട്ടിൽ കൊണ്ട് ഇറക്കി. അങ്ങനെ അന്നത്തെ ദിവസം ഒരുപാട് പേരുടെ കൂടെ ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തു. എന്തൊരു ആക്രാന്തമാണ്. ഒരു ട്രാൻസ്ജെൻഡർ എന്താ പറയുക ഒരു റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അവിടെ കിടത്തി ഉറക്കുമോ? ചുരിദാർ കണ്ടു കഴിഞ്ഞാൽ, സാരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്?
നേരിട്ട് കണ്ട് അനുഭവിച്ചു ഞാനത്. ഞാൻ ആ വേഷം മാറിപ്പോയി കഴിഞ്ഞപ്പം ഒരു മേക്കപ്പിൽ ഒരു ഫിലിം സ്റ്റാർസിനെയൊക്കെ ഒരുക്കുന്ന ഒരു മേക്കപ്പ് വുമൺ ഉണ്ട്, അവരാണ് എന്നെ ഒരുക്കുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് എന്നെ നടക്കാനൊക്കെ അവർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി കയറി പോയി, ഇതിപ്പോൾ നിങ്ങൾ വലിയ പ്രശ്നം, ഇത് യഥാർത്ഥത്തിൽ കുറേ സംഭവങ്ങൾ അവർ പറഞ്ഞു, നമ്മൾ ആ വീഡിയോസിൽ ഉണ്ട്. ആകെ ഒരു ഹോസ്റ്റൽ വാർഡൻ മാത്രമാണ് കുറച്ച് മനുഷ്യത്വപരമായി പെരുമാറിയത്. ഹോസ്റ്റൽ വാർഡൻ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. രാത്രി 10 മണിക്ക് അവിടെ കയറി ചെല്ലുന്നു, പക്ഷേ ഭയങ്കര സ്വീകാര്യത അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ റൂം തരാനൊക്കെ തയ്യാറാവുന്ന രീതിയിലൊക്കെ. പക്ഷേ അത് അവിടെയും വേറൊരു കാര്യമുണ്ട്, നമ്മളതിനകത്ത് വേറൊരു അപകടമുണ്ട്. ട്രാൻസ്ജെൻഡർ വേഷം കെട്ടി ലേഡീസ് ഹോസ്റ്റലിൽ ചെന്നൊരുത്തം കയറി കടന്നുകൂടിയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും അതും ചിന്തിക്കണം. യഥാർത്ഥ ട്രാൻസ്ജെൻഡർ അല്ല എന്നുണ്ടെങ്കിൽ അതും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം നമ്മൾ വേഷം കെട്ടി അതേ മാറി എല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എന്നെ അവർ വിശ്വസിച്ചു. ഞാൻ ട്രാൻസ്ജെൻഡർ അല്ലല്ലോ, പക്ഷേ എന്നെ അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് ആദ്യ സ്ത്രീയായിട്ട് എന്നെ വിചാരിച്ചു. എന്നെക്കൊണ്ട് എന്താ പറയുക, നമ്മൾ ഈ കണ്ട ഓരോ നടന്മാരൊക്കെ ചെയ്തു കുറേ സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കി അഭിനയിക്കാനൊക്കെ, പക്ഷേ എന്തോ അവർ വിശ്വസിച്ചു. അപ്പോൾ ആണായിട്ടൊരുത്തം വേഷം കെട്ടിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു അപകടം പതിയിരിക്കുന്നു. കെ.ജെ. യേശുദാസിന്റെ സഹോദരന്റെ മരണത്തിൽ എന്താണ് ഇത്ര ദുരൂഹത? അല്ല, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നുള്ളത് നമുക്ക് മുൻപേ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം വെറുതെ പോയിട്ട് യേശുദാസിൻ്റെ അനുജൻ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയി സൂയിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് അത് നടക്കാതെ നമുക്ക് ചിന്തിക്കാൻ, മലയാളികൾക്ക് അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. കാരണം 2 കുഞ്ഞുങ്ങളായിരുന്നു, 2 കുട്ടികളായിരുന്നു. അതിൽ മൂത്ത കുട്ടി പോയി, ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, അപ്പനും അമ്മയും ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ അപ്പനും കൂടെ പോകുക എന്ന് പറയുന്നത് അതിനകത്ത് ദുരൂഹത ഉണ്ടല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ വേണ്ടി പാടില്ലേ. കാരണം ആരുടെ അനുജനാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇത് മുൻപ് ചെയ്യുന്ന സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്ന എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും വെച്ച് വാർത്ത ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകൾ പബ്ലിഷ് ചെയ്യാൻ സാധ്യത കുറവാണ്. മീൻസ് ടെലികാസ്റ്റിംഗ് ഒന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാനത് TV19 വേണ്ടിയിട്ട് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കത് ഞാൻ പറയില്ല, എനിക്ക് എല്ലാം കൂടെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ്, നമ്മുടെ എല്ലാമാണ്. ഞാൻ എന്താ പറയുക, നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കുന്നത് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് നമുക്ക് ഞാൻ ചോദിക്കാൻ കാര്യം, സാധാരണ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് ഫോളോ അപ്പ് വരും. പക്ഷേ ഈ സ്റ്റോറി മാത്രമേ അത് വളരെയധികം ആളുകൾ കാണുകയും ചെയ്തു. ഇല്ല, അടുത്തത് ഞാൻ ഇതിൻ്റെ ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ശരിയാവില്ല. കാരണം ഇതിൻ്റെ ബാക്കി ചെയ്താൽ ശരിയാവില്ല ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതാണ്. കാരണം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചുരുക്കം ചില വാർത്തകളിൽ ഒരെണ്ണമായിരിക്കും അത്. സംശയം എന്താ, നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മുടെ കുഞ്ഞിനെ ഉറക്കുമ്പോഴും എൻ്റെ കൊച്ചിനെ ഉറക്കുമ്പോൾ ഞാൻ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ പാട്ട് നമ്മുടെ എല്ലാം അല്ല ദാസേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല, അദ്ദേഹം ഒന്നും അങ്ങനെയൊന്നും പറയുന്നോ ചിന്തിക്കുന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ ദാസേട്ടൻ അങ്ങനെ ചെയ്യും, അങ്ങനെ പറയുന്നു. എനിക്ക് വേറെ കൂടുതലൊന്നും എനിക്കത് പറയാൻ വേണ്ടി ഇല്ല. അതുകൊണ്ട് ആ ആംഗിളിലേക്കുള്ള ഒരു ട്രാവൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. കാരണം വെച്ചാൽ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം വെച്ചാൽ അത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിന് പിന്നാലെ യാത്ര ചെയ്തിട്ടുമില്ല. ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ്. നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാ അല്ലേ? നമ്മുടെ എന്നൊക്കെ പറയുന്ന പോലെ അത്രയും വലിയ അതിനൊക്കെ അതിനും മുകളിലായിട്ടൊക്കെ അല്ലേ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തൊരു ഞാൻ എന്താ പറയുക, അത് നമുക്ക് ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അതിനകത്ത് എന്താ പറയുക, എനിക്ക് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ. ദാസേട്ടനെക്കുറിച്ച് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ കയ്യിൽ വന്നു. ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് വിശ്വാസ്യമല്ല. അതിൻ്റെ സത്യം തേടി ഇനി അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകാനും മനസ്സുകൊണ്ട് തോന്നുന്നില്ല. ഞാൻ പോകുന്നില്ല. ഇപ്പോൾ എനിക്കത് എന്തോ മീൻസ് എനിക്കറിയില്ല. അല്ല, പക്ഷെ അതുണ്ടാക്കാൻ പോകുന്ന വാർത്താ പ്രാധാന്യം അതൊക്കെ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്കത് വിടാം വിഷയം പ്ലീസ്. ആ വാർത്താ പ്രാധാന്യവും പ്ലീസ് നമുക്ക് വിടാം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്താ ദൈവതുല്യം പോലെ നമുക്ക് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മഹാമേരു പോലെ നിൽക്കുന്ന വലിയൊരു നമ്മുടെ എല്ലാമേ ദാസേട്ടൻ അത്ര തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ എനിക്ക് കിട്ടി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ കിട്ടി. പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്.
നമ്മുടെ ദാസേട്ടൻ അങ്ങനെ ആവില്ല, നമ്മുടെ ദാസേട്ടനെ കുറിച്ച് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. TV9 ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു വാർത്ത, ഇപ്പോഴും അതിനെ ഏറ്റവും പോപ്പുലർ ലിസ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ കണ്ടിട്ടുള്ളതും ആളുകൾക്ക് വലിയ ഇങ്ങനെയും ചിന്തിക്കണമല്ലോ എന്ന് തോന്നിയൊരു ഏരിയ PVRലെ പോപ്കോൺ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതിനെക്കുറിച്ച് എനിക്ക് കേൾക്കാത്ത തെറിയില്ല. കാരണം PVR യൂസഫ് അലിയാണോ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടു. എനിക്ക് അവരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം കോമൺ സെൻസ് ഉള്ള ചോറ് തിന്നുന്ന ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചാൽ പോരാ. യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യൻ, നിറച്ച് നന്മയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കരിവാരി തെച്ച് കാണിക്കാനൊന്നും ഞാൻ അവിടെ ശ്രമിച്ചിട്ടൊന്നുമില്ല, ഇനിയോട് ശ്രമിക്കുകയുമില്ല. ഞാൻ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഞാൻ അവിടെ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PVR ഏത് ബിൽഡിങ്ങിലാണ് നിലകൊള്ളുന്നത്? ലുലുവിലാണ് ഉള്ളത്. PVRനോട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആരാണ്? ലുലുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും PVRൽ സിനിമ കാണാൻ വേണ്ടി മൂളിൽ ചെല്ലുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളുടെ വണ്ടി കൊണ്ട് നമ്മുടെ തല വെച്ചുകൊണ്ട് നമുക്ക് സിനിമയ്ക്ക് കയറാൻ വേണ്ടി പറ്റുമോ? ഇല്ല. നമ്മുടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തരട്ടെ. അത് നമ്മുടെ നാട്ടിലെ നിയമത്തിൽ അനുശാസിച്ച് കൃത്യമായിട്ട് എഴുതി ചേർത്ത് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. നമ്മൾ കസ്റ്റമേഴ്സ് ചെന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തരണം. അത് നാട്ടിലുള്ള നിയമമാണത്. ഞാൻ പുതിയ നിയമമൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമ കാണാൻ വേണ്ടി PVRലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വണ്ടി ഇട്ടാൽ നിങ്ങൾ ടോൾ പിരിക്കുമോ ഇല്ലയോ? പിരിക്കാൻ പാടുണ്ടോ ഇല്ലയോ? ഞാൻ നിങ്ങളുടെ ഒറ്റ ചോദ്യം ചോദിക്കും. പിരിക്കാൻ പാടില്ല. നിങ്ങൾ ടിക്കറ്റ് കാണിക്കണം. വെറുതെ നിങ്ങൾ കൊച്ചി കാണാൻ വേണ്ടി മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളുകൾ കാർ അതിനകത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് രാവിലെ ഇറങ്ങിപ്പോയി കൊച്ചി മുഴുവൻ കണ്ടിട്ട് വൈകിട്ട് ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം അത് തെണ്ടിത്തരോ? അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതിന് ഷീമാട്ടി പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ, എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്, അവരൊക്കെ ചെയ്യണത് എന്താ? വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് പോയി സാധനം 500 രൂപ നമ്മൾ അടച്ചിട്ട് പോയാൽ, അല്ലെങ്കിൽ അതിനെന്തോ എത്ര 500 400 അങ്ങനത്തെ സംതിങ് കാർ പാർക്കിംഗ് ഫീ ആയിട്ട് അവരെടുക്കുന്നുണ്ട്. അവരത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം MG റോഡിൻ്റെ സൈഡിലാണ് ഷീമാട്ടി ഇരിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവർക്ക് നാട് കണ്ടച്ചും വരാൻ ആർക്കാ പറ്റാത്തത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഡെപ്പോസിറ്റ് മേടിക്കും. അകത്ത് പോയി സാരിയോ തുണിയോ എന്തെങ്കിലും മേടിച്ചിട്ടാണ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ കൃത്യമായിട്ട് അത് മുഴുവൻ കുറച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ ടോളൊരു എമൗണ്ട് അവർ ഈടാക്കുന്നില്ല. വിഷ്ണു PVRൽ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. വിഷ്ണു അങ്ങോട്ട് ചെന്ന് കയറുന്ന സമയത്ത് പിന്നെ ടിക്കറ്റ് മുകളിൽ PVRൻ്റെ ടിക്കറ്റ് എത്രയാണ്? നിങ്ങൾക്ക് 80 രൂപയ്ക്കും 70 രൂപയ്ക്കും അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും? ഇല്ല, കിട്ടില്ല. 250 രൂപ 300 രൂപ ടിക്കറ്റ്, അത്രയും ഫെസിലിറ്റി അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തർക്കം പറയണ്ട. നിങ്ങളുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ തരണം. അപ്പോൾ എന്താ വേണ്ടേ? അങ്ങനെയാണെന്നൊരു കാര്യം ചെയ്യാം. PVRന് വേണ്ടി പാർക്കിംഗ് സ്പേസ് ഒരു ലുലു കൊടുക്കണം. PVRൽ സിനിമ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഒരു ഫ്രീ പാർക്കിംഗ് സ്പേസ് കൊടുക്കണം. ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട്. അല്ലെ എവിടെ വേണമെങ്കിൽ ഇട്ടോട്ടെ, ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ കടത്തി വിടുന്നത്. അത് സാമാന്യ മര്യാദയല്ലേ ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അവിടെ വേറെ അനാവശ്യമായിട്ടുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ലുലുവിൽ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ, ഞാൻ പോയിട്ട് അന്നത്തെ ദിവസം ഒരു ദിവസം ഞാൻ പോയിട്ട് 3000 ചില്ലറ രൂപയുടെ സാധനം മേടിച്ചു. ഞാൻ വിഷൽ എടുത്തായിരുന്നു. അതിൻ്റെ ബില്ലടക്കം ഞാൻ കൊണ്ട് താഴെ കൊണ്ട് ഞാൻ 3000 ചില്ലറ രൂപയുടെ സാധനം മേടിച്ചു. എന്നോട് നിങ്ങൾ പാർക്കിംഗ് ഫീ പിന്നെയും 1 മണിക്കൂറിന് 20 രൂപ. ലുലുവിൻ്റെ ഉള്ളിൽ ബില്ലടിക്കാൻ വേണ്ടി എത്ര മണിക്കൂർ ക്യൂ നിൽക്കുന്നുണ്ടെന്നറിയോ? ഭയങ്കര സ്ലോയിൽ ഇങ്ങനെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ പോകുന്ന പോലെയാണ് ആ ക്യൂ പോകുന്നത്. 3 മണിക്കൂറൊക്കെ കൊണ്ടിട്ടാണ് തിരക്കുള്ള സമയത്ത് അവിടെ പോയി ബില്ലടിക്കുന്നത്. ബില്ലടിക്കുന്ന സമയത്ത് ഓരോ മണിക്കൂറിന് 20 രൂപ വെച്ച് താഴെ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടുത്തെ ന്യായമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ 10,000-3000 രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് 60 രൂപ കാർ പാർക്കിംഗ് കൊടുക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം 3000 ലുലുവിൽ പോയി സാധനം മേടി പലരും ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നുണ്ട്. നേരിട്ട് ഫോൺ വിളിച്ച് കുറേ തീർത്ത് കളയും. ഇമാതിരിയുള്ള വാർത്തകൾ നമുക്ക് ഒന്നാമത് കാര്യം മനസ്സിലാക്കുക. ഞാനൊരു എൻ്റെ സുഹൃത്തുക്കളുടെ മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അത് എടുത്തു പറയാതിരിക്കാൻ വേണ്ടി പറയാം. കാരണം മട്ടാഞ്ചേരി പോലും ഇങ്ങോട്ട് പള്ളുരുത്തി വരെയുള്ള 100 കണക്കിന് സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ബലമാണ്. ഞാനിന്നിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ബന്ധുക്കളുടെ ബലം കൊണ്ടൊന്നുമല്ല, എൻ്റെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ടും. അവരുടെ സപ്പോർട്ടാണ് എനിക്കൊരൊറ്റ കോൾ വന്നാൽ മതി. എൻ്റെ സുഹൃത്തുക്കൾ വെറുതെ കണ്ണടച്ച് നോക്കുന്ന സമയം കൊണ്ട് എനിക്ക് എല്ലാമായിട്ട് എന്നെ ഓടി വരുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പം ഞാൻ പറയാം സുരേഷ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് വക്രീകരിച്ച് കാണരുത്. എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയിട്ടുണ്ട്. ഇതിനടി വന്ന് കമൻറ്റ് പറയുന്ന ആളുകളുടെ പലരുടെയും പേരുകൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് എന്നെ വന്ന് ചീത്ത വിളിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, MA യൂസഫ് അലി സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ അതൊരു വീഴ്ചയാണ്. അതിനി തെറ്റാണെന്ന് പറയാൻ ഒരു മടിയും ഞാൻ ഈ ഒരു കാര്യത്തിൽ വിചാരിക്കില്ല. കാരണം ഇത്രയും ഏറെ സ്പേസുള്ള അദ്ദേഹത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനം അദ്ദേഹം എടുക്കണം. അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് ആവശ്യപ്പെടുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. താഴെ വന്ന് മുകളിൽ പോയി ഞാനാണ് 3000 രൂപ സാധനം മേടിച്ചത്. ഒരു സാധാരണ ഒരു ആര് പോയാലും മിനിമം ഒരു 10,000 രൂപ 1 ലക്ഷം രൂപയുടെ സാധനമൊക്കെ മേടിച്ചിട്ടാണ് ലുലുവിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ട് താഴെ വന്ന് 60 രൂപ കാർ പാർക്കിംഗ് ഫീ മേടിക്കുക. എന്തൊരു ശുഷ്കത്തരമാണത്. കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുക എന്നുള്ള സർക്കാർ പറയുന്നതാണ്. പിന്നെ 10,000 രൂപയുടെ സാധനം മേടിച്ചവൻ 60 രൂപ കൊടുക്കാൻ ഒരു മടിയില്ല. അവൻ മിണ്ടാതെ മലയാളി കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു. ഇതാണ് മലയാളിയുടെ സ്വഭാവം.
ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നാലെ കിടന്നത് കാറുകാരെല്ലാം കൂടി എനിക്കിട്ട് ഹോൺ അടിക്കുക, എടുത്ത് മാറ്റാ പുല്ലെന്ന് പറഞ്ഞിട്ട്. 10 രൂപയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള മനോഭാവം. ഈ അത് ലുലുവിൻ്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ PVR പോപ്കോണിന് വലിയ കൊള്ളപ്പണമാണ് ഈടാക്കുന്നത്. അത് ശരിക്കും ഒരു പോപ്കോൺ പോയി കുക്ക് ചെയ്ത് കാണിച്ചിട്ട് അങ്ങനെ ചെയ്ത ആളുകളെ ബോധവൽക്കരിക്കാം, ആ ശ്രമം എവിടുന്ന? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം സിനിമാ തിയേറ്ററിൽ നിങ്ങൾ 250 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ 300 രൂപ കൊടുത്ത് അവിടെ PVR സിനിമ കാണാൻ പോയി. PVR അല്ല, എവിടെയാണ് ഇപ്പോൾ കേട്ടോ, ബ്രൗൺ മാളിൽ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാ തിയേറ്ററുകളിൽ 250 രൂപയുടെ മുകളിലേ ഉള്ളൂ ടിക്കറ്റ് ഇപ്പോൾ എല്ലായിടത്തും അല്ലേ. സരിത സവിത സംഗീത പോലുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയെടുത്ത് എല്ലാം എക്സ്പെൻസീവ് ഉള്ള ടിക്കറ്റ്. അവർ പോകുമ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, എത്ര സൂക്കേട് പിടിച്ച് 250 രൂപയ്ക്ക് അല്ലെങ്കിൽ 300 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വേണ്ടി പോകുന്നവന് ഒരു 250 രൂപ കൊടുത്ത് പോപ്കോൺ മേടിച്ച് കഴിക്കുന്ന അവൻ്റെ കാശുകളുണ്ടല്ലോ, അവൻ കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ എല്ലാവർക്കും പറയാം. അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്, ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. ഒരു ചായക്ക് 180 രൂപ, അല്ല സോറി 250 രൂപ, ഒരു കുപ്പി വെള്ളത്തിന് 180 രൂപ, തുള്ളി വെള്ളത്തിന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആ വാർത്ത ചെയ്തതിന് ശേഷമാണ് ഇന്ന് പല മാളുകളിലും, നിങ്ങൾ കേരളത്തിലെ ഏത് മാളുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെ നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കിക്കോ, എത്ര മാളുകളിലുണ്ടായിരുന്നു കുടിവെള്ളം നല്ല പ്യൂരിറ്റിയുള്ള നല്ല മിനറൽ വാട്ടർ വെച്ചിരുന്നത് എത്ര. ഞാൻ ഈ വാർത്ത ചെയ്തതിന് ശേഷം എല്ലാ മാളുകളിലും നിങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ 80 രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് വരാം. നിങ്ങൾ 3-4 സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് 2-3 നില മുകളിൽ കയറി നല്ല തിയേറ്ററിൽ ചെന്നിരുന്ന് നിങ്ങൾ സിനിമ കണ്ടു മടുത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കണം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ മിനറൽ വാട്ടർ അവിടെ വെച്ചിരിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ്. അവിടെ മിഷനിൽ വെള്ളം വെച്ചിരിക്കുന്ന കാരണക്കാരൻ ഞാനാണ്, ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നത്. ഈ വാർത്ത കഴിഞ്ഞതിന് ശേഷമാണ് പല മാളുകളിലും വെള്ളം വന്ന് കുടിവെള്ളം വന്ന്. ഈ കഴിഞ്ഞ ഇടയിൽ RTOയോട് ബന്ധപ്പെട്ട ഒരു വിഷയം, എറണാകുളം RTOയോട് ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനവിടെ കയറി ചെന്നപ്പം RTO മീൻസ് അവിടുത്തെ MVD അരുൺ, പുള്ളി അവിടെ ഇരിക്കുക, പുള്ളിയുടെ കൂടെ മീറ്റിങ്ങിലുണ്ട്. ഞാൻ കുറേ സമയം പുറത്ത് കാത്തു നിന്നപ്പോൾ ഞാൻ പുള്ളിയോട് റിക്വസ്റ്റ് ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ കയറി ചെന്നപ്പോൾ ഇവിടെ മീറ്റിംഗ് പോലെ മുമ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു. RTO എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ഷൈക്കാൻ നിന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മീൻസ് വെൽക്കം, എന്നെ സ്വാഗതം ചെയ്തു. അതിന് ശേഷം ഞാൻ കയറി ചെന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇതാരാന്ന് മനസ്സിലായോ? ഇദ്ദേഹമാണ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആളുകളിലും നിങ്ങൾക്ക് പണം കൊടുക്കാതെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ. ഈ വിഷയമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളി എന്നെ പരിചയപ്പെടുന്ന സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണത്. പറയുന്ന സത്യമാണ്. 250 രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകുന്നവന് 250 രൂപയുടെ പോപ്കോൺ മേടിക്കാൻ നിവൃത്തിയില്ലാത്ത പോകണ്ടെന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം. ഈ പോപ്കോൺ എന്ന് പറയുന്നത് അതിനൊരു, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ പോപ്കോൺ 280 രൂപ അങ്ങനെ എന്തോ ആണ്, 320 രൂപ അങ്ങനെ പല ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി വ്യത്യാസം. ഈ 320 രൂപയുടെ സാധനം പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് മീൻസ് പോപ്കോണിൻ്റെ അത് ക്വാണ്ടിറ്റി മീൻസ് ഒരുപാട് ക്വാണ്ടിറ്റി സാധനം മേടിച്ചാൽ വല്ല 20 പൈസയ്ക്ക് അതിന് ചിലവ് വരുള്ളൂ. അറിയോ നിങ്ങൾക്ക്? 300 രൂപയ്ക്ക് നമ്മൾ ഈ പേപ്പറിനകത്ത് മേടിക്കുന്ന ഈ പോപ്കോൺ ഇതിന് വെറും 20 പൈസ അല്ലെങ്കിൽ 25 പൈസ, 50 പൈസയുടെ മുകളിൽ ഒരിക്കലും പോകില്ല. ക്വാണ്ടിറ്റി നമ്മളിത് ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോപ്കോൺ ഉണ്ടാക്കണ ആ സാധനം ഉണ്ടല്ലോ, ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളത് വാങ്ങിച്ചാണല്ലോ ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ചിലവ് എത്രയാണ്? ഇത്ര സാധനം ഉണ്ടാക്കാൻ 10-20 പൈസ ഇവർക്ക് ചിലവ് വരുന്നത്. അതിനാണ് ഇവർ 300 രൂപ മേടിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയിൽ വിവരാവകാശം വെച്ചിട്ട് PVRൻ്റെ വരുമാനത്തെക്കുറിച്ചൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ടിക്കറ്റല്ല അവരുടെ വരുമാനം, അല്ല 2000 20,000 മറ്റേ കോടിയോ അങ്ങനെ ഒന്ന് വലിയ കണക്ക് നാവിൽ വരൂല. നമുക്കൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അത്ര വലിയ കണക്കൊന്നും. ആ കണക്ക് മുഴുവൻ ഈ പോപ്കോണിൽ ഉണ്ടാക്കുന്ന പൈസയാണ് ഇവന്മാർ. നിങ്ങളത് കാര്യം മനസ്സിലാക്കുക. പണക്കാരനായിട്ട് നിങ്ങൾ BMWയിലും ബെൻസിലും PVRലും പോയി സിനിമ കാണുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ, അയാൾക്ക് BMWയിലും ബെൻസിലൊന്നും പോകാൻ പറ്റില്ല. അയാളുടെ ഹീറോയുടെ ബൈക്കിലാണ് വരുന്നത്. ഞാനൊരു സാധാരണ പിച്ചക്കാരനായിട്ട് മാധ്യമം പുറത്ത് ഞാൻ എൻ്റെ ഹീറോയുടെ ഇതിലാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയുക, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ 50 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. എൻ്റെ കുഞ്ഞുങ്ങൾ മിഷേൽ എന്നോട് പറയുകയാണ്, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും PVRൽ പോയി മറ്റേ എന്താണ് ഏതെങ്കിലും എക്സോർവൈ ഒരു സിനിമ കണ്ടു, എനിക്ക് ആ സിനിമ PVRൽ പോയി കാണണം. എൻ്റെ കുഞ്ഞ് നിരന്തരം എന്നോട് വന്നത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ പേരൻസിൻ്റെ ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ കുഞ്ഞ് ആഗ്രഹിച്ചിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ നേരെ നമ്മുടെ കൊച്ചിനെ ആയിട്ട് നേരെ PVRൽ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിനെ മാത്രമായിട്ട് കൊച്ചിൻ്റെ അനിയൻ ഒരു കുഞ്ഞ്, അത് എൻ്റെ കുഞ്ഞ് 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെല്ലുന്നു. എൻ്റെ ഭാര്യ ഉണ്ടാവും, ഞാനും ഉണ്ടാവും. പൈസ ഇത്രയും PVRൽ പോയി പടം കാണാൻ 100-300 രൂപ ടിക്കറ്റിന് വരില്ല. എനിക്കറിയില്ല കേട്ടോ, ഞാൻ 1 പ്രാവശ്യം വരെ പോയിട്ടുള്ളൂ. നമ്മളൊരു സിനിമ കാണുമെന്ന് പറഞ്ഞാൽ പഴയ സിനിമകൾ, മോഹൻലാലിൻ്റെ പഴയ സിനിമകൾ ഇതൊക്കെ നമ്മൾ കാണുന്നത് യൂട്യൂബ് വെച്ചിട്ട് രാത്രി 11 മണിക്ക് ഇരുന്നിട്ട് ഞാനൊരു പടം കാണുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പ്രഷറുണ്ട്, ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ഞാനൊരു പടം കാണുന്നത്. അത് ഞാൻ സീരിയസ് പടങ്ങളൊന്നും കാണില്ല. കിലുക്കം പോലുള്ള സിനിമകൾ, ഗോഡ് ഫാദറൊക്കെ ഞാൻ എനിക്കൊന്ന് 150 പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇരുന്ന് ഗോഡ് ഫാദറൊക്കെ കാണും ഞാൻ വല്ലപ്പോഴൊക്കെ. നമുക്കൊരു മൈൻഡ് ഫ്രീ ആവുന്ന അതൊക്കെയാണ്. പിന്നെ പുതിയ പടങ്ങൾ ഹിറ്റായി എന്ന് പറഞ്ഞാൽ മാത്രമേ കാണുള്ളൂ. ഒരു മെലഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും പുതിയ പടങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, നമ്മൾ കുറച്ച് കാണിക്കുന്നതല്ല, പക്ഷേ സക്സസ് ആയി എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ കാണുള്ളൂ.
അപ്പം നമ്മുടെ കൊച്ചുങ്ങളായിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി പടം കാണുന്നത് എൻ്റെ കൊച്ചിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട്. ഒരു ടിക്കറ്റിന് 300 രൂപയാണെന്നുണ്ടെങ്കിൽ പൈസ എത്രയായി? 1200 രൂപയെ ടിക്കറ്റിന് മാത്രം. അകത്ത് പോയിരുന്നു കഴിയുമ്പോഴത്തേക്കും കൊച്ച് ഇൻ്റർവെൽ ആകുമ്പോൾ അച്ഛേ കുറച്ച് പോപ്കോൺ വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഞാൻ പോയിട്ട് പോപ്കോണിൻ്റെ ഒരു പോസ്റ്റ് മേടിച്ചു, അതിന് 300 രൂപ, 1200, 300, 1500 രൂപ. എൻ്റെ ഹൃദയം വേദനിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതെ. അതുപോലെ ഞാൻ ചെയ്യുന്നത് ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ്യുന്ന എത്രയോ പേര് ഗവൺമെൻറ് സർവീസിലുള്ളവരാണെങ്കിൽ പോലും 10, 22, 25, 30 ഒക്കെ ഒരു ടൈൽ പണിക്കാരൻ അവന് 1000 രൂപ 1200 രൂപ പണിക്കാശുണ്ട്. അവൻ്റെ കുഞ്ഞുങ്ങളായിട്ട് PVR പോകേണ്ട സാഹചര്യങ്ങളെ എന്ന് വെച്ചാൽ അവന് PVR പോയി സിനിമ ആണെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞ സാഹചര്യം അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ അങ്ങനെ ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ അവൻ്റെ മാരുതി 800 അവൻ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അതിനും പാർക്കിംഗ് ഫീസ്. ഇപ്പം മോളിൽ പോയി സിനിമ കണ്ടിട്ട് ഇറങ്ങിയ വീണ്ടും ചിലവാകുന്ന 1600 രൂപ. 1600 പ്ലസ് 1 മണിക്കൂറിന് 20 രൂപ വെച്ചോടെ പാർക്കിംഗ് ഫീസ് മേടിക്കുന്നുണ്ട്. ഒരു പടം തീർന്ന് പുറത്തിറങ്ങി വരുമ്പോൾ 3 മണിക്കൂർ എടുക്കുമല്ലോ, അതിന് 60 രൂപ വേറെ. ഞാനതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ PK ജെയിംസിൻ്റെ ഉടമസ്ഥതയിലുള്ള TV19, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഭിക്ഷാടന മാഫിയക്കെതിരെ സംസാരിക്കുന്നു. അതിനെ കുറേ അന്വേഷണാത്മകമായി തുടരെ വീഡിയോസ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതിന് ഷോർട്സിനെല്ലാം വലിയ റീച്ചാണ്. അടിയിലെ കമൻറ്റുകൾ തന്നെ ഒരു പാരാഗ്രാഫും പേജും ഒക്കെ പോലെയാണ്. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജേർണലിസ്റ്റിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ദൈവതുല്യനാണ്, അങ്ങനെ ഒരുപാട് നിങ്ങൾക്കാണ് ശരിക്കും ചുറ്റുമുള്ള മനുഷ്യരെ പറ്റി ഇതിലെങ്കിലും കരുതലുള്ളത് എന്നൊക്കെയുള്ള വിധത്തിൽ വലിയ ഖണ്ഡികകളാണ്. ഭിക്ഷാടനത്തിനെതിരെ തന്നെ ചെയ്യണം, അതിനെതിരെ സംസാരിക്കണം, അത് അന്വേഷിക്കണം, അതിൻ്റെ സത്യവും അതിൻ്റെ പൊരുളും മനസ്സിലാക്കണം. ആ തോട്ട് എന്താ ഇത്രയും ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല, ഞാൻ ഭിക്ഷാടനം ടാർഗറ്റ് ചെയ്ത് മീൻസ് ഭിക്ഷാടനം തന്നെ ചെയ്യണം അല്ലെ ഭിക്ഷാടന കേസ് അങ്ങനെയൊന്നും അല്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഭിക്ഷാടകരുടെ കേരളത്തിലേക്കുള്ള വരവെന്ന് പറയുന്നത് ഒരുപാട് മാതാപിതാക്കൾക്ക് എന്താ പറയുക ഇന്നും വിങ്ങിക്കരഞ്ഞ് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കണ്ണൂർ നഷ്ടപ്പെട്ട ദിയ ഫാത്തിമ. അന്ന് ദിയ ഫാത്തിമ നഷ്ടപ്പെടുന്ന അന്ന് ഭയങ്കര ആ കണ്ണൂർ ആ പ്രദേശം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ മഴ, ഭയങ്കര ഭീകരമായ മഴ പെയ്തിരുന്നു. അപ്പോൾ ആ മഴ പെയ്ത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ദിയ ഫാത്തിമ ഇരുത്തി ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കട്ടൻ ചായ കൊടുത്തിട്ട് പോയ ദിയ മോള് ആ കസേരയിൽ ഇല്ല എന്നുള്ളത് എൻ്റെ ഉമ്മ ആ വീട്ടുകാർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് ഈ കേച്ചേരി ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവിടെ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ട് അന്ന് ഭിക്ഷാടകരായിട്ടുള്ള ഒരു വലിയൊരു സംഘം ആളുകൾ അവിടെ ഇറങ്ങിയിരുന്നു. ഭിക്ഷാടകരാണ് ഇത് കൊണ്ടുപോയതെന്നോ ഭിക്ഷാടകരുടെ മറവിൽ മറ്റാരെങ്കിലും ആയിരിക്കാൻ ചിലപ്പോൾ ചെയ്തിരിക്കും. തൊട്ട് പിന്നിലെ വീട്ടിലേക്ക് പോലീസ് നായ ഓടി പോവുകയൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത്. അപ്പം ഞാൻ ഈ ഭിക്ഷാടകരെ ടാർഗറ്റ് ചെയ്ത് അവരെ എല്ലാവരും ഇവിടുന്ന് ഓടിക്കുക അല്ലെങ്കിൽ കുറേ നിരുപദ്രവകാരികളായിട്ടുള്ള ജീവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓടിച്ചു, അങ്ങനെയൊന്നും അല്ല അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന് ഈ രാഹുൽ മിസ്സിങ് ആലപ്പുഴയിൽ ഇങ്ങനെ കുറേ കേസുകൾ ഈ സാറ്റലൈറ്റ് ചാനലിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു പരിധി വരെ നമുക്കിത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മിസ്സിങ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വലിയ വേദന. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുഞ്ഞിനെ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തൊരു വേദനയാണ്. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കൂല, അപ്പനും അമ്മയും ഭക്ഷണം കഴിക്കൂല, ആത്മഹത്യ ചെയ്തിട്ടുള്ള തെരുവുനായ മീൻസ് അവരുടെ വളർത്തുന്ന നായെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള മനുഷ്യന്മാർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കിപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പിന്നെ വേറെ ഉണ്ട് പല ലിമിറ്റ്സും വിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാറ്റലൈറ്റ് ചാനലുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ഹോസ്പിറ്റലിന് അഗേൻസ്റ്റ് ആയിട്ടൊരു വാർത്ത ചെയ്തു വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് പേരെടുത്ത് പറയുകയാണെങ്കിൽ ജനം TV മാത്രമേ ആ ഹോസ്പിറ്റലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൊക്കേഷനിലുള്ളൂ. ആ ഹോസ്പിറ്റലിന് തന്നെ ഒരു നേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണം മുഴുവൻ ഒഴിവാക്കി, മീൻസ് അവർ നിരാഹാരം ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ. ആ വിഷയം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഏതാ എന്താണ് എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലുകളിലെല്ലാം വാർത്തകൾ സ്പോൺസർ ചെയ്ത് മീൻസ് ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ പേര് കാണിച്ചിട്ടാണ് പ്രധാനപ്പെട്ട വാർത്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങ് ഏഷ്യാനെറ്റ് മുതൽ ഇതായുള്ള എല്ലാ ചാനലുകളിലും. അപ്പോൾ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ജനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനന്ന് സിഇയോട് പെർമിഷൻ ഒന്നും എടുക്കാതെയാണ് പോയത്. കാരണം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഓരോന്നും പെർമിഷൻ ഒന്നും എടുത്തിട്ടൊന്നും അല്ല പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈക്ക് ഐ ഡി എൻ്റെ ചാനലിൻ്റെ മൈക്ക് ഐ ഡി കണ്ട ഉടനെ തന്നെ കുറേ പേര് വന്നു, അവിടുന്ന് നോക്കുന്നു ഇവിടുന്ന് നോക്കുന്നു. അപ്പോൾ ആ നേഴ്സ് എന്നോട് പറഞ്ഞു, നിങ്ങളെന്തായാലും വന്നല്ലോ, ജനം കൂടാതെ ഒരു ചാനലിലൂടെ വന്നല്ലോ, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്ക് അവിടെ പോയി 2 ഷോട്ടൊക്കെ എടുക്കാമെന്ന് പോകുന്നെങ്കിൽ നേഴ്സ് എന്നോട് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരിങ്ങനെ അവരുടെ കയ്യും കാലൊക്കെ വിറയ്ക്കുക, അങ്ങോട്ട് പോരുത് അങ്ങനെ പോരുത്. ഞാൻ പറഞ്ഞു അവരെന്നെ എന്ത് ചെയ്യുക, അവരെന്നെ ഒന്നും ചെയ്യില്ല, നിങ്ങളങ്ങനെ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മൈക്കുമായിട്ട് അങ്ങോട്ട് പോയി. മൈക്കും ക്യാമറ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ 3 പേരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറിൻ്റെ മറവിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി. നമ്മൾ ഈ ചില എന്താ പറയുക ചില സിനിമ കാണുമെന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചെക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, അതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ശരി അവൾക്ക് പിന്തിരിഞ്ഞ് പോകാമെന്ന്. ഞാൻ പറഞ്ഞു എങ്ങോട്ടും പിന്തിരിഞ്ഞ് പോകണില്ല, നീ ഷോട്ട് വെക്കാൻ പറഞ്ഞു.
ഞാൻ ഹോസ്പിറ്റലിൽ നേരെ ഷോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഇറങ്ങി വന്നു. നിങ്ങൾ ഏത് ചാനലാണ്? ഞാൻ പറഞ്ഞു മൈക്കേടി എനിക്ക് കണ്ടു കാണാൻ പാടില്ല, ഏത് ചാനലെന്നുള്ള മൈക്കേടി കാണാൻ പാടില്ല, താരത്തിന് എൻ്റെ അടുത്ത് ഏത് ചാനലാന്ന് ചോദിക്കണം. എനിക്കാണ് അല്ല ഞങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് അങ്ങനെ അവരെ ഇവിടെ ഇരിക്കുന്നവർ പോലും ഇവിടെ വന്ന് ഞാൻ ഇയാളത് പോയിടുന്നു, താൻ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചെന്ന് ചോദിച്ചു. ഇവിടെ ഷോട്ട് എടുത്തിരിക്കും, ഞാൻ പൊതുവഴിയിലാണ് നിൽക്കണേ, ഇവിടെ നിൽക്കണമെന്ന് പറയാൻ നിനക്ക് എന്താ റൈറ്റ് എന്ന് ചോദിച്ചാൽ. അപ്പോഴത്തേക്കും ക്യാമറമാൻ്റെ അടുത്ത് മറ്റൊമ്പരെല്ലാം കൂടെ വന്നു. പിന്നെ വിഷയമാകുന്ന നിരാഹാര പന്തലിൽ നിന്ന് ആ പെങ്കൊച്ചടക്കം അവരെല്ലാവരോട് കൂടിയിട്ട് ഇടപെടുന്നു. ഇങ്ങനെ ഒരു വലിയൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. കൃത്യം 10 മിനിറ്റുള്ള സിഇഒയുടെ കോൾ എൻ്റെ ഫോണിൽ വരിക. ചാനൽ സിഇഒയുടെ കോളാണ് വരുന്നതാണ് പ്രോഗ്രാം. പിന്നെ ജെയിംസേ അതെ നിങ്ങളിപ്പോൾ ഇന്ന ഹോസ്പിറ്റലിന് മുമ്പിലാണോ നിൽക്കുന്നത്? അതെ. അപ്പോൾ ജെയിംസ് ഒരു കാര്യം ചെയ്യും, നമ്മുടെ വാർത്തയൊക്കെ അവരാ സ്പോൺസർ ചെയ്യുന്നത്, അറിയാമായിരിക്കുമല്ലോ, അതൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ പോകാൻ. അപ്പോൾ മക്കളൊരു കാര്യം ചെയ്യും, ആ ക്യാമറ അങ്ങോട്ട് അവരുടെ ഹോസ്പിറ്റലിൽ നേരെ തിരിച്ചു വെച്ചിരിക്കാമെന്ന് അവർ പറഞ്ഞായിരുന്നു, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ആ ഹോസ്പിറ്റലുകാരോട് മീൻസ് അവൾക്കെതിരെ ആ ഉപരോധം നടത്തുന്നവൾക്കെതിരെ 2 ബൈറ്റൊക്കെ എടുത്തിട്ട് പോസിറ്റീവായിട്ടൊരു വാർത്തയൊക്കെ ചെയ്തിട്ട് മക്കളെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ വിഷയമൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു സാറേ പോസിറ്റീവായിട്ട് ഞാൻ എനിക്ക് എന്തായാലും സാധിക്കില്ല, കാണിച്ച തെണ്ടിത്തരോ കാണിച്ചിരിക്കുന്നത്, നമ്മൾ അതെനിക്ക് വ്യക്തമായി മനസ്സിലായ കാര്യമാണ്. അതിന് എന്ത് പോസിറ്റീവ് തന്നെ അവിടെ ചെയ്യാനുള്ള ഒരു പോസിറ്റീവും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ജെയിംസ് അവിടുന്ന് പാട്ട് കെട്ടി ഞാൻ സംസാരിച്ച് മുഷിയുന്നൊരു സാഹചര്യത്തിലോട്ട് വന്നു. അവിടുന്ന് പാക്ക് ചെയ്ത് ഞാൻ പോവുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ന്യൂസ് ചെയ്യുന്നതിനകത്ത് ഞാൻ പറഞ്ഞില്ല റെസ്ട്രിക്ഷൻസ് പലതുണ്ട്. സാറ്റലൈറ്റ് ചാനലിന് വേണ്ടി ചെയ്യുമ്പോൾ നല്ല നല്ല അന്തസ് ജേർണലിസ്റ്റുകളുണ്ട്. നമ്മുടെ പ്രസാദിനെയൊക്കെ പോലുള്ള പത്രപ്രവർത്തകർ ഒരുപാട് എത്രയോ പത്രപ്രവർത്തകരുണ്ട്. മറ്റേ നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു മിനിസ്റ്ററുടെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മിനിസ്റ്ററായിരിക്കെ ഭൂമി കയ്യേറി കായൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ടേപ്പ് കൊണ്ടുവന്ന് അളന്ന് കാണിച്ച് ഇത്ര ഏരിയ കയ്യേറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് നല്ല അന്തസ് നല്ല 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 നട്ടലുള്ള മാധ്യമപ്രവർത്തകരുടെ നാടാണ് കേരളം. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഈ ചില പ്രസ്ഥാനങ്ങളിൽ ചെന്ന് ചേരാതി, കാരണം അവർക്കും ജീവിത പ്രശ്നങ്ങളും എല്ലാം ഉണ്ടല്ലോ, എല്ലാവർക്കും ഉള്ള വിഷയമല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർ വഴങ്ങേണ്ടി വരുന്നു. ആരെയും നമ്മൾ ഇതിനകത്തൊന്നും പേരെടുത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, എനിക്ക് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്, എനിക്ക് കടന്നുപോയി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു മടിയില്ല, മുഖത്തടിച്ചവരെ സംസാരിക്കും ഞാൻ. എനിക്ക് ആരെയും ആ ഒരു കാര്യത്തിൽ ഒരു മടിയില്ല, അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇറങ്ങി പോന്നിട്ടുള്ളൂ മാത്രം. അതുകൊണ്ടൊക്കെയാണ് ഇതിലേക്ക് TV19 ജനിച്ചത് അങ്ങനെയാണ്. അല്ല TV19 ഒന്നും ജനിക്കില്ല. സോഷ്യൽ മീഡിയയിൽ വരാൻ വലിയൊരു താല്പര്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. TV19 ഇപ്പോൾ TV അപ്പുറത്തെ 19 അങ്ങനെ പേര് കൊടുക്കാൻ എന്തെങ്കിലും വ്യക്തമായ കാരണമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. TV19 എന്ന് പറയുമ്പം എനിക്കൊരു ചാനലിൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കണം ഇതിൽ വരുന്ന കണ്ടന്റുകൾ. ഇതിനകത്ത് ചാനലിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പം ഡൊമൈൻ പർച്ചേസ് ചെയ്ത് വെബ്സൈറ്റൊക്കെ എല്ലാം ഡിസൈൻ ചെയ്ത് എല്ലാം പക്ക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രകാരം ഇന്ന് ഓൺലൈൻ ചാനലുകൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയർ പ്രകാരം എനിക്കൊരു ലീഗൽ അഡ്വൈസർ ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകനാണ്. എൻ്റെ ബ്രദറിലോ ഹൈക്കോടതിയിൽ ഒരു എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു സിറ്റിങ്ങിന് ഒരു ആമാരിയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള വക്കീലാണ്. അങ്ങനെയുള്ള കുറേ വക്കീലന്മാരുടെ സപ്പോർട്ട് എനിക്കുണ്ട്. അഡ്വക്കേറ്റ് സാബു ജോൺ പുള്ളിയാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ. അപ്പോൾ എല്ലാം വെച്ച് ഞാനൊരു സാറ്റലൈറ്റ് ചാനലിൻ്റെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മളൊന്നും ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല. അപ്പോൾ നമ്മൾ സാധാരണ സെറ്റപ്പിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, പിന്നീടും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സോഷ്യൽ മീഡിയ ഇല്ലാതെ എനിക്കും നിങ്ങൾക്കും ഒരു സാധനം മുഖത്ത് നോക്കി ഒരു പ്രസ്ഥാനത്തെ വിവരം അറിയിക്കണം. ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സാറ്റലൈറ്റ് ചാനലിൽ ത്രൂ ഒരു വസ്തു പുറത്തു പറഞ്ഞ് ആ പ്രസ്ഥാനത്തെ നടക്കില്ല. അവൻ പൈസ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ നടക്കില്ല. നമുക്കറിയുന്ന കാര്യമാണ്. നമുക്ക് എത്രയോ കൺമുമ്പിൽ നമ്മുടെ ബഫൂൺ മാതിരി നൃത്തമാടി വേഷം കെട്ട് കാണിക്കുന്ന എത്രയോ പേർ നമ്മുടെ മുമ്പിൽ എത്രയോ പേരുണ്ട്. സാറ്റലൈറ്റ് ചാനലുകാരെ വിലക്കെടുത്തിരിക്കുന്നത് നമ്മൾ സാറ്റലൈറ്റ് ചാനലുകാരെ അടച്ചാക്ഷേപിക്കുന്നൊന്നുമല്ല. സാറ്റലൈറ്റ് ചാനലിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാനൊന്നും ഇവിടെ ഇരിക്കില്ല. അതിൽ കൂടെ തന്നെയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നില്ല, ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് അതിനകത്ത് ഇന്നിപ്പോൾ TV പക്ഷേ നിങ്ങൾ TV19 കേരളം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കടഞ്ച സാധനമൊന്നും വരി വെതറാറില്ല. വളരെ സോർട്ടഡ് ആയിട്ടാണ് ഞാൻ അതിനകത്ത് റീസണബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇടുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പൻ ജോസ് വീട്ടൂർ പൈങ്ങോട്ടെന്ന് ഈ പടിയറ ആൻ്റണി പടിയറ എന്ന് പറഞ്ഞ ഒരു പിതാവിൻ്റെ ഫാമിലിയിൽപ്പെട്ട അതിൽ നിന്നുള്ളതാണ് ഈ പൈങ്ങോട്ടെന്ന് പറഞ്ഞത്. എൻ്റെ അച്ഛൻ്റെ മീൻസ് വെല്ലിച്ചൻ്റെ ജ്യേഷ്ഠനാണ് ആൻ്റണി പടിയറ പിതാവ്. അത്യാവശ്യം ചുറ്റുപാടുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ അപ്പൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്പത്തുണ്ട്. ആ സമ്പത്തിൽ നല്ല സുഖസുന്ദരമായിട്ട് എനിക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വഴിവിട്ട മാർഗ്ഗത്തിൽ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ പൈസ അത് മാത്രമല്ല. അപ്പം എല്ലാവർക്കും കാരണന്മാർ സമ്പാദിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും നീ കാരണന്മാർ സമ്പാദിച്ചതിൽ തിന്നാൻ നടക്കുകയാണോ നിനക്കൊന്നും. ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്ന
100 രൂപ എനിക്ക് ശമ്പളം കിട്ടി, ആ 100 രൂപ നിലനിർത്തി പോകാൻ, അല്ല 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപ നിലനിന്ന് പോകാൻ, എന്ന് വെച്ചാൽ അത് കഴിച്ചാൽ ദഹിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ആ 1000 രൂപ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക, പരമാവധി ദഹിക്കണം, എക്കളെടുക്കരുത്. അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തുനിന്നും ഈ എന്നെ ഇപ്പം നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എന്തായാലും എന്നെ പരിചയമുള്ളവർക്ക് കാണുമല്ലോ, ഒരു താഴെ വന്നിരുന്ന കമൻറ്റ് വിട്ടാൽ അവരവരുടെ ഫോൺ നമ്പർ അടക്കമുള്ളതിനകത്ത് വെച്ചോട്ടെ. ഞാൻ ആരോടെങ്കിലും അനധികൃതമായിട്ട് ഒരു നയാ പൈസ കൈപ്പറ്റിയെന്നോ ഒരു കമ്മീഷൻ അടിച്ചു എന്നോ ഏതെങ്കിലും ഒരു വ്യക്തിന് താഴെ വന്ന് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കമൻറ്റ് അടിക്കാൻ ആർക്കും പറ്റും, ഒളിഞ്ഞും പറഞ്ഞു വരുന്നിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ, ഒറിജിനൽ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ അവരെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ ഒരാൾ വ്യക്തമായിട്ട് തെളിവെടുക്കലെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ഒരാൾ പറയാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്ര കോൺഫിഡൻറ്റാണ്. ഞാൻ പണത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളല്ല. ഞാൻ നിസ്സാര ഒരു കാര്യം പറയാം. ഇപ്പം ഞാനൊരു ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം അവരുടെ ചിലപ്പോൾ അപമാനമായെങ്കിലോ എല്ലാവരും ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്കിടയ്ക്ക് പോയിട്ട് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നതിൽ നിന്നുള്ളൊരു ചെറിയൊരു ബെനിഫിറ്റ് ഞാൻ കൃത്യമായിട്ട് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയോ ഒരാളെ കാണിക്കുകയോ അല്ല ഒരാളോട് പറഞ്ഞിട്ടോ ചെയ്തിട്ടില്ല. അതൊന്നും ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ആക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ കമൻറ്റുകളായിട്ടൊക്കെ പറയുന്നതായിട്ട് ചില സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള കുട്ടികൾ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തരും, ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞു. ഞാൻ മോശമായിട്ടിട്ടുണ്ടായി, നമുക്ക് എന്തായാലും വെറുതെ ഒളിഞ്ഞും പറഞ്ഞു വരുന്ന ആളുകൾക്ക് എന്താ പറയാൻ പറ്റാത്തത്? നേരെ വന്ന് പറയട്ടെ, നേരെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ